പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ച വയോധികൻ KSRTC ബസ്സിൽ യാത്ര ചെയ്തതായാണ് കണ്ടെത്തൽ. ആഴ്ചയിൽ 3 തവണ അദ്ദേഹം അട്ടപ്പാടിയിൽ പോയതായും പൊതുഗതാഗതം ഉപയോഗിച്ചതായും ഇപ്പോൾ കണ്ടെത്തലുകൾ വരുന്നുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഭാര്യയും മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെ 46 പേരുണ്ട്. കുമരംപുത്തൂർ, കാരക്കുറിശി, കരിമ്പുഴ പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുമായി 17 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം പ്രവർത്തിക്കരുത് എന്നാണ് നിർദ്ദേശം. അജിത് ബാബുവാണ് ചേർന്നത് പാലക്കാട് നിന്ന്. അജിത്ത്, ഇതിപ്പോൾ ഈ ഒന്നാമത്തെ ഒരു ആശങ്കയായിരുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ നിപ്പ സ്ഥിരീകരിച്ച വ്യക്തി, അദ്ദേഹത്തിന് നേരത്തെ നിപ്പ സ്ഥിരീകരിച്ച യുവതിയുമായി ബന്ധമുണ്ടായിരുന്നില്ല, ആ ഒരു കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആളല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനപ്പുറം ആശങ്ക കൂട്ടുന്ന ഒരു കാര്യം, ഇദ്ദേഹം ഈ പൊതുഗതാഗതം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺടാക്ട് ലിസ്റ്റിൽ ഇനിയും ആളുകൾ ഏറാനുള്ള സാധ്യതയാണോ? എന്താണ് നിലവിലെ സാഹചര്യം പാലക്കാട്? സേതുലക്ഷ്മി, ഒന്നാമത്തെ കേസ്, അതായത് നാട്ടുകൽ സ്വദേശിയായിട്ടുള്ള യുവതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കേസിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് അവർ സഞ്ചരിച്ചതാകെ ആശുപത്രിയിലേക്ക് പോയതും വന്നതുമെല്ലാം സ്വന്തം കാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുഗതാഗതം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമ്പർക്ക പട്ടിക ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ പൊതുഗതാഗതം കാര്യമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. KSRTC ബസ് ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സമ്പർക്ക പട്ടിക ഉണ്ടാവാനുള്ള സാധ്യതയാണുള്ളത്. ആ കാര്യങ്ങളടക്കം പരിശോധിച്ച് വരികയാണ് ആരോഗ്യവകുപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 17 കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ്, വാർഡുകളാണ് കണ്ടെയ്ൻമെൻറ്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചത്. ഇവിടെയെല്ലാം തന്നെ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 46 പേരുടെ സമ്പർക്ക പട്ടിക എന്ന് പറയുന്നത് നിലവിൽ അടുത്ത ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ ഈ നേരിട്ട് സംബന്ധിച്ച ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ആളുകൾ, അതോടൊപ്പം നാട്ടിലുള്ള ചില പരിചയക്കാർ, ഇത് കൂടാതെ തന്നെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് 2 ആശുപത്രികളിൽ പാലക്കാട് അദ്ദേഹം ചികിത്സക്കായി എത്തിയിരുന്നു. മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയ്ക്ക് എത്തിയിരുന്നു. ഈ 2 ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അവിടെയുള്ള ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളെ അദ്ദേഹത്തിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും ചികിത്സയിൽ പ്രവേശിച്ചിരുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയും ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ ഈ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനായി ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് നടത്തുന്നത്. അങ്ങനെ സമ്പർക്ക പട്ടിക അപ്പോൾ ഇനിയും ഉയരാനുള്ളത് തന്നെ, സൂചിപ്പിച്ചോളം തന്നെ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. അതിനനുസരിച്ചുള്ള പരിശോധനകളാണ് നടക്കുന്നത്. കർശനമായ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെയാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 2ാമതൊരു നിപ്പ കേസാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മുൻകരുതലോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനം ഉൾപ്പെടെ ഒഴിവാക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും വളരെ ഗൗരവത്തോടെ തന്നെ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തെ കാണുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ജില്ലാ ഭരണകൂടം പാലക്കാട് ആശുപത്രികളിൽ എങ്ങനെയൊക്കെയാണ് സജ്ജീകരണങ്ങൾ, പ്രത്യേക നിപ്പ വാർഡുകളൊക്കെ തുറന്ന് എങ്ങനെയാണ് അവിടുത്തെ ഒരു ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ? സേതുലക്ഷ്മി, നേരത്തെ തന്നെ 1ാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തന്നെ അന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ പ്രത്യേകമായ സെൻറ്റർ നിപ്പയ്ക്കായി രൂപീകരിക്കുകയും അതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ എത്തുന്ന ഈ ഇത്തരത്തിലാകുന്ന ചികിത്സ, പനി ഉൾപ്പെടെ ബാധിച്ച് സംശയം തോന്നുന്ന ആളുകളെ പ്രവേശിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംവിധാനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നിലവിലുണ്ട്. മറ്റ് ആശുപത്രികളിലൊന്നും അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആശുപത്രികളിലെല്ലാം തന്നെ ഇതിനോടകം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ എത്തുന്നവർ ഉൾപ്പെടെ അനാവശ്യമായ ആശുപത്രികളിലേക്ക് എത്തരുതെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇതിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് എത്രത്തോളമാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. എത്രയധികം സമ്പർക്ക പട്ടികയിൽ ആൾ വരുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. നിലവിൽ 46 പേർ ക്വാറന്റൈനിലാണ്. അവരോട് പൂർണ്ണമായും നിർദ്ദേശങ്ങൾ പാലിച്ച് ഹോം ക്വാറന്റൈനിലായിരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ആർക്കെങ്കിലും പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. വളരെ കൃത്യതയോടുകൂടി തന്നെയുള്ള ഒരു പരിശോധനാ സംവിധാനങ്ങളൊക്കെ പാലക്കാട് വലിയ സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ്. ഇതിലിപ്പം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഒന്ന്, ഈ നിപ്പ സ്ഥിരീകരിച്ച വ്യക്തി അദ്ദേഹം പൊതുഗതാഗതം ഉപയോഗിച്ചു എന്നുള്ളതാണ്. KSRTC ബസ്സിൽ അദ്ദേഹം 3 ദിവസം, ആഴ്ചയിൽ 3 തവണ അദ്ദേഹം അട്ടപ്പാടിയിൽ പൊതുഗതാഗതം ഉപയോഗിച്ചു എന്നുള്ളൊരു കണ്ടെത്തൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോൺടാക്ട് ലിസ്റ്റിൽ ഇനിയും ആളുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. എപ്പോഴും ആരോഗ്യവകുപ്പ് പറയുന്നത് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഈ എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ്. അതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യവും.